വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാളായിട്ട് പോണം എന്ന് വിചാരിച്ചിരുന്നൊരു സ്ഥലത്തോട്ട് പോവാ കേട്ടോ. അങ്ങനെ വലിയ ട്രിപ്പൊന്നുമല്ല, ഒരു കൊച്ചു ട്രിപ്പ് ഫാമിലി ആയിട്ട്. എല്ലാം എടുത്തോ അമ്മേ? ഒരു ഇത്തിരി പോലും സ്ഥലമില്ല. വെളുപ്പാങ്കാലം 4 മണിക്കാട്ടോ ഞങ്ങൾ ഈ ഒരു യാത്ര പോകുന്നത്. കുറെ നാൾക്ക് ശേഷമാട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്. ആ എക്സൈറ്റഡ് കാരണം ഇന്നലെ രാത്രി ഒരുപോലും കണ്ണടച്ചിട്ടില്ലായിരുന്നു. എന്തായാലും വണ്ടി കയറി ഇറങ്ങാൻ വിചാരിച്ചു. വണ്ടി കയറി പാട്ടൊക്കെ ഇട്ട് കുറെ നേരം കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. വഴിക്ക് വെച്ചിട്ട് നല്ല അടിപൊളി റംബൂട്ടാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് യാത്രയൊക്കെ ചെയ്ത് ഒരു 10:30 ആയപ്പോഴേക്ക് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. മൂന്നാർ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. ഞങ്ങൾ മൂന്നാറിലുള്ള പറക്കാൻ റിസോർട്ടിലാട്ടോ ഈ ഒരു 3 ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്നത്. കുറെ പേരുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടാട്ടോ ഞങ്ങൾ ഈ റിസോർട്ട് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളാണ്. ഈ റിസോർട്ട് ചുറ്റി കറങ്ങുന്നതിൽ തന്നെ 2 ദിവസമെങ്കിലും വേണം. ഓരോ സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ എന്ത് ഭംഗിയാണെന്നോ. ഒരു മിനിറ്റ് പോലും ബോറടിക്കില്ലാട്ടോ ഈ റിസോർട്ടിൽ. ഇവിടെ തന്നെ ഇൻഡോർ ഗെയിംസ് ആണെങ്കിലും ഒക്കെ ഉണ്ട്. ചെക്കിന്റെ 2 മണിയാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് ഞങ്ങൾ വെളിയിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അവിടുത്തെ ഇൻഡോർ ഗെയിംസ് കളിച്ചോണ്ടിരിക്കുവായിരുന്നേ. ഞങ്ങൾ എടുത്തത് പ്രസിഡൻഷ്യൽ റൂം ആട്ടോ. 100ഓളം റൂംസ് ആട്ടോ ഈ റിസോർട്ടിലുള്ളത്. ഓരോ റൂമും എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഞങ്ങൾ എടുത്ത സ്യൂട്ടില് 2 റൂം പോലെ ആട്ടോ വരുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി റൂം ആണെന്ന് തന്നെ പറയാം. കയറി വരുമ്പോൾ ഉള്ള ഫസ്റ്റത്തെ റൂം ആട്ടോ ഇത്. പിന്നെ ഡോർ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അടുത്ത റൂം കാണാൻ പറ്റും. 2 ഫാമിലീസ് ഒക്കെ ആയിട്ടാ വരുന്നെങ്കിൽ ഈ റൂം സെലക്ട് ചെയ്തോ. ഈ റൂമിൽ തന്നെ ഒരു അടിപൊളി ബാൽക്കണി ഉണ്ട്. വ്യൂ ഒക്കെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റിയ റൂം ആട്ടോ ഇത്. എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാം, ഇവിടുത്തെ ടോയ്ലറ്റ് ആട്ടോ. ഒരു രക്ഷയില്ലാട്ടോ, ഗോൾഡ് കവറിംഗിലാട്ടോ ഈ ഒരു ടോയ്ലറ്റ് വരുന്നത്. ഇത്രയും ലക്ഷറീസ് ആയിട്ടുള്ള റൂമും ടോയ്ലറ്റും ഒക്കെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു സ്യൂട്ട് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഈ റൂമിൽ തന്നെ ഇരിക്കാനാട്ടോ തോന്നിയത്. പക്ഷെ ഇതൊന്നും അല്ലടാ, ഇതിന്റെ റിസോർട്ടിൽ ഇനി ഒരുപാട് കാണാനുണ്ട്. വന്നുകൊണ്ട് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാൻ വന്ന ഡൈനിങ് ഏരിയയിൽ നമുക്ക് വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റൂട്ടോ. ഫുഡിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല, നമ്മൾ എന്ത് ചോദിച്ചാലും ഇതിവിടെ കിട്ടും. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ചിക്കൻ ലോലിപോപ്പ് ആട്ടോ. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ എന്തായാലും ഈ ഒരു ചിക്കൻ ലോലിപോപ്പ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണേ. അത്രയ്ക്ക് ടേസ്റ്റ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. മെയിൻ കോഴ്സ് ആയിട്ട് ഞാൻ ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡെസേർട്ടിന് ഒരു ബ്രൗണി വിത്ത് ഐസ്ക്രീം ആട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാം ഒന്നിനൊന്നും മെച്ചാട്ടോ. ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഒന്ന് ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നേ. ഇവരുടെ ജീപ്പിൽ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടാട്ടോ ട്രക്കിങ്ങിനെ കൊണ്ടുവന്നത്. അതിന് എക്സ്ട്രാ ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജീപ്പില് ട്രക്കിംഗ് നടക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ തന്നെ ഭയങ്കര രസമാട്ടോ. എനിക്ക് സാധാരണ അഡ്വഞ്ചറസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാട്ടോ. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് റോപ്പ് സൈക്ലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിലോട്ടാട്ടോ വന്നത്. വെള്ളം കണ്ടാ പിന്നെ ഞാൻ തിരിച്ചു കയറില്ലാട്ടോ, അവിടെ തന്നെ കിടന്നോളൂ. 2 മണിക്കൂറെങ്കിലും ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ അടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്. പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഡാൻസ് കളിക്കാൻ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടോ ഈ ഒരു ക്യാമ്പ് ഫയർ. ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ക്യാമ്പ് ഫയർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. TV മാത്രം ഞാൻ ഈ ക്യാമ്പ് ഫയർ കണ്ടിട്ടുള്ളൂ. നൈറ്റ് ക്യാമ്പ് ഫയർ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാനാട്ടോ പോയത്. പെർഫെക്റ്റ് ആയിരുന്നു രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയില്ല, അത്രത്തോളം ഡിഷസ് ആട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ മറ്റേ പുളിമുട്ടായി, ലോലിപോപ്പ്, നാരങ്ങ മിഠായി ഇല്ലേ, അത് വരെ ഉണ്ട് കേട്ടോ ഇവിടെ. സാലഡ് തന്നെ എന്തോരം വെറൈറ്റി ആണെന്നോ. ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്ക് എല്ലാം കഴിക്കണം എന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, എല്ലാം കഴിച്ചു തീർക്കാൻ പറ്റില്ല. കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എന്റെ വയറ് അറിഞ്ഞു. ഡെസേർട്ട് തന്നെ പായസം മുതൽ പല വെറൈറ്റി. ഞാനൊന്നും ഇതുവരെ കഴിക്കാത്ത ഡെസേർട്ട് വരെ ഉണ്ടായിരുന്നേ. ഇവിടെ നിന്ന് 2 ദിവസം ഫുഡ് കഴിച്ച് പോകുമ്പോ എന്തായാലും എന്റെ 5 കിലോ കൂടും, അത് ഉറപ്പാ. ഡിന്നറെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങുവാണ് ചെയ്തത്. രാവിലെ എഴുന്നേറ്റ് റിസോർട്ടൊക്കെ പിന്നെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വിചാരിച്ചു. താഴെ വന്നപ്പോഴാട്ടോ കാണുന്നത് ഇവിടെ ജിമ്മും സ്പാ ഒക്കെ ഉണ്ട്. ജിമ്മിലൊന്നും പോകാത്ത എനിക്ക് ജിമ്മൊന്നും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഫുൾ ഒരു നേച്ചർ വൈബ് ആയതുകൊണ്ട് എവിടെ ഇരുന്നാലും ഭയങ്കര രസമാട്ടോ. ഊഞ്ഞാലൊക്കെ കുറച്ചേരം സംസാരിച്ചിരുന്നേ. 3 മണി മുതലാട്ടോ ട്രക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ അതുവരെ നമുക്ക് റിസോർട്ടൊക്കെ കണ്ട് ചുറ്റിക്കറങ്ങിയൊക്കെ ഇരിക്കാൻ സമയമുണ്ട്. 2 ദിവസം ഉണ്ടായിട്ട് എനിക്ക് കഴിഞ്ഞില്ല കേട്ടോ ഈ റിസോർട്ട് ഫുൾ ആയിട്ട് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട്. മോർണിംഗ് എഴുന്നേറ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. ഇവിടെ ഏത് റൂം എടുത്താലും നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആട്ടോ. 100ഓളം ഐറ്റംസ് ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ. ഞാൻ ഇനി ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മാത്രം റൂം എടുക്കൂട്ടോ. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, നാടൻ, അങ്ങനെ പലതരം വെറൈറ്റീസ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നേ. എന്തിന് പഴങ്കഞ്ഞി വരെ ഉണ്ട് കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി വ്യൂ ഒക്കെ ആസ്വദിച്ചാട്ടോ ഫുഡൊക്കെ കഴിച്ചത് രാവിലെ. ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് ഈ പാർക്കാടിന് തന്നെ സ്വന്തമായിട്ട് ഒരു ജ്വല്ലറി ഉണ്ട്. ആദ്യമായിട്ടാട്ടോ റിസോർട്ടിന്റെ അകത്ത് ജ്വല്ലറി ഒക്കെ കാണുന്നത്. എല്ലാം ഗോൾഡ് കവർ ജ്വല്ലറീസ് ആട്ടോ. ഇവർക്ക് 100ഓളം ബ്രാഞ്ചസ് ഉണ്ട്. അത് മാത്രമല്ല എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ്. സ്കിന്നിൽ ഇട്ടാൽ തന്നെ ഒരു അലർജിയും വരില്ലാട്ടോ. ഇവർ 2 വർഷം വാറന്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്കാട്ടോ ട്രക്കിങ്ങിന് പോകുന്നത്. അതിന് മുന്നേ ഞങ്ങൾ പോയി കുറച്ച് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ഉച്ചക്കത്തെ. ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എനിക്ക് നാടൻ ഫുഡ് കഴിക്കാനാട്ടോ ഉച്ചയ്ക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ നല്ല അടിപൊളി മീൻകറിയും ചോറും ആട്ടോ വാങ്ങിയത്. ആ മീൻകറി ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ട്രക്കിങ്ങിനാട്ടോ പോയത്. ഇവിടെ ആർട്ടിഫിഷ്യൽ റെയിൻ പാട്ടർ ഉണ്ട്. അവിടെ വന്നിട്ട് മറ്റേ അടടാ മഴയില്ലേ, ആ പാട്ടിന് റീൽ എടുക്കാൻ വിചാരിച്ചു. അതിനാട്ടോ ഞാൻ ചുരിദാറൊക്കെ ഇട്ട് വന്നേ. ഈ റിസോർട്ടിന്റെ ഏറ്റവും മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് അറിയാമോ, ഇവിടെ കേവ് റൂം ഉണ്ട്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഈ ഒരു കേവ് റൂം കാണുന്നത്. ഒരു രക്ഷയില്ല. ഈ കേവ് റൂം നിങ്ങൾ കണ്ട എന്തായാലും അവിടെ തന്നെ സ്റ്റേ ചെയ്യും, അവിടെ നിന്ന് പോകാനേ തോന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു കേവ് റൂം. ഹണിമൂൺ ഒക്കെ വരുന്നവരാണെങ്കിൽ എന്തായാലും ഇത് ചൂസ് ചെയ്തോ, നല്ല ഓപ്ഷൻ ആയിരിക്കും.
ആയിരിക്കും. കപ്പിൾസിലൊക്കെ ആണെങ്കിൽ നല്ല പ്രൈവസി ആയിരിക്കും, നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആട്ടോ ഇതിന്. ബാത്റൂം ഒക്കെ ആണെങ്കിൽ എന്റെ പൊന്നെ കണ്ടിട്ട് തന്നെ അവിടുന്ന് വരാനേ തോന്നിയില്ല. കേവ് റൂമിന്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ട് ഉണ്ട്. കേവ് റൂം, ട്രീ ഹൗസ്, അങ്ങനത്തെ ഒക്കെ ഹൗസുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു പറക്ക റിസോർട്ടിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ വാട്ടർഫാളും റെയിൻഫാളും കാണാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾ ഇങ്ങനെ നേരത്തെ കണ്ടിട്ടുണ്ടോ ആർട്ടിഫിഷ്യൽ വാട്ടർഫാളും റെയിൻഫാളും ഒക്കെ? ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ റെയിൻഫാൾ ഒരു രക്ഷയില്ല, നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ നിന്ന് മഴ കൊള്ളാം. ഓൾറെഡി വീട്ടിലൊക്കെ മഴ പെയ്താൽ തന്നെ മഴ തീരുന്നവരെ ഞാൻ വെളിയിലായിരിക്കും. പിന്നെ ഇപ്പൊ ആർട്ടിഫിഷ്യൽ റെയിൻഫാൾ ആണെങ്കിലും പറയണ്ടല്ലോ, നമ്മൾ ഓഫ് ആക്കാൻ പറയുന്നവരെ അത് ഓണായിരിക്കും. ട്രക്കിങ്ങിനെല്ലാം പോയിട്ട് കണ്ട് ഞങ്ങൾ സെക്കൻഡ് നൈറ്റ് ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഒന്നും നിങ്ങൾ എന്തായാലും മിസ് ചെയ്യില്ല കേട്ടോ. അതിനൊന്നും എക്സ്ട്രാ പൈസ പോലും കൊടുക്കണ്ട, എന്തായാലും കയറിക്കോണം. നൈറ്റ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേ കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇവിടുത്തെ സ്റ്റാഫ്സിന്റെ ഒക്കെ സർവീസ് ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും എന്ത് അടിപൊളിയായിട്ടാണ് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. ഈ ഒരു പറക്ക റിസോർട്ടിൽ നേരത്തെ വന്നിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ. നൈറ്റ് ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിൽ വന്നിട്ട് എപ്പോഴും കാണുന്ന പോലെ ഞങ്ങളുടെ ബിഗ് ബോസ് കാണുക. പിന്നെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റതോ വിഷമിച്ചാട്ടോ എഴുന്നേറ്റത്. ഇന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകണല്ലോ എന്ന് ആലോചിച്ച് രാവിലെ 11 മണിക്കാട്ടോ ഞങ്ങൾക്ക് വെക്കേറ്റ് ചെയ്യേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്തല്ലോ. അങ്ങനെ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഈ റിസോർട്ട് വന്നിട്ട് 2 ദിവസം എന്ത് പെട്ടെന്നാ പോയെന്നോ. ഇവിടുത്തെ പോകുമ്പോ എന്തോ ഒരു വിഷമം പോലെ തോന്നുക കേട്ടോ. സത്യം പറയല്ല, എന്റെ ലൈഫിൽ ഇതൊരു അടിപൊളി മറക്കാൻ പറ്റാത്ത 2 ദിവസമായിരുന്നേ. നമ്മുടെ ലൈഫിലെ ബ്യൂട്ടിഫുൾ ഡേയ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ 2 ദിവസമായിരുന്നു കേട്ടോ എനിക്കിത്. മൂന്നാർ ചുറ്റിക്കറങ്ങാൻ വന്നിട്ട് ഞങ്ങൾ ഈ റിസോർട്ട് ചുറ്റിക്കറങ്ങിയ അവസ്ഥയായിട്ടോ ഇത്. കാരണം ഈ റിസോർട്ടിൽ തന്നെ കാണാൻ ഒത്തിരി ഉണ്ട്. ഈ റിസോർട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ പോകാനേ തോന്നില്ല, അത്ര രസമാണ് ഇവിടെ. അത് മാത്രമല്ല 2 ദിവസമെങ്കിലും വേണം കേട്ടോ ഇവിടെ ഫുള്ള് ചുറ്റി കറങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഓണത്തിന് 2 ദിവസം മുന്നേ ആട്ടോ ഇവിടെ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നതിന്റെ അന്ന് അടിപൊളി ഓണപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല കേട്ടോ, കാരണം ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് തന്നായിരുന്നേ. നിങ്ങൾ മൂന്നാർ വരുവാണെങ്കിൽ എന്തായാലും കണ്ണടച്ച് ചൂസ് ചെയ്തോട്ടോ ഈ റിസോർട്ട്, അത്രയ്ക്ക് അടിപൊളിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂംസും ലക്ഷറീസ് റൂംസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ.